ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കർ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഷെൽസാണ്. അപ്പോൾ ഇത് സൺഫ്ലവറിൻ്റെ സീഡിൻ്റെ ഷെല്ലാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ, ഒരു പ്രത്യേക ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിതിലൊരു ഈ സീഡ്സ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ 2-3 അങ്ങനെ പൊളിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ ഈ സീഡ്സ് ഉണ്ടാവുക. അധികം ഇങ്ങനെ കട്ടിയൊന്നും ഇല്ലാതെ ഒരു മെലിഞ്ഞൊരു ടൈപ്പ് സീഡ്സാണ് ഉണ്ടാവാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അപ്പോൾ അത് രണ്ട് ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് അതിലിങ്ങനെ കുഞ്ഞൊരു സീഡ്സ് ഉണ്ടാവും നട്ട്സായിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏകദേശം നമ്മൾ ഈ കുക്കുമ്പറിൻ്റെ സീഡ്സൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതുപോലെ ഇരിക്കട്ടെ, ഒരു മെലിഞ്ഞൊരു ടൈപ്പാണ്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ കുറേ ആയി. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ അകത്തുള്ളത് ചീത്തയായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഷെൽസൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മളൊരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരച്ചിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് കട്ടിയുള്ള പേപ്പർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊരു 3-4 ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഷെൽസൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഗ്ലൂ ഗണ്ണ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഫെവി ബോണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോളൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഓരോ ഷെല്ല് വീതം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സൺഫ്ലവറിൻ്റെ സീഡ്സിൻ്റെ ആ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ അകത്തോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടുക, നമ്മൾ ആ ഒരു ഫ്ലവറിന് നല്ലൊരു ഭംഗി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ ഒരു ലെയർ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ നടുക്ക് നമ്മൾ കുറച്ചും കൂടെ ഒന്നിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ലെയറും കൂടെ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളതൊരു 5 ഒരു 6 വെക്കുമ്പോൾ ആ ഒരു സെക്കൻഡ് ലെയറും കൂടെ അങ്ങനെ കംപ്ലീറ്റ് ആവും. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് നേരത്തെ ചെയ്തിട്ടുണ്ട്. പംകിൻ്റെ സീഡും പിന്നെ അതുപോലെ പിസ്തയുടെ ഷെല്ലൊക്കെ വെച്ചിട്ട് ആ ഒരു സെയിം പ്രൊസീജിയർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള ഫ്ലവർ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഞാനൊരു 3 ഫ്ലവറും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ലെയർ മാത്രം ചെയ്തിട്ട് ചെറിയൊരു ടൈപ്പ് ഫ്ലവറും കൂടെ ഒന്നിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു 5 ഫ്ലവർ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പപ്പായയുടെ സീഡാണ്. ഈ ഒരു സീഡ് ഞാൻ നന്നായിട്ട് ഇങ്ങനെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. നല്ലൊരു ഭംഗിയാണ് ഈ പപ്പായൻ്റെ സീഡ് കാണാൻ, ഒരു നല്ലൊരു കുഞ്ഞു കുഞ്ഞു ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ അതാണ് ഈ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ പൂമ്പൊടിയൊക്കെ ആയിട്ട് വരുമല്ലോ, അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു 5-6 വെച്ചിട്ട് ഇങ്ങനെ നടുക്കൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സിനും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം ഈ ഒരു പപ്പായൻ്റെ സീഡൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സീഡ്സാണോ ഉള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ കുഞ്ഞു സീഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ്ബോർഡിൻ്റെ പീസിൽ ഇങ്ങനെ ഞാൻ 4 സൈഡിലേക്ക് നമ്മളിങ്ങനെ പേപ്പർ ട്യൂബ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പേപ്പറോ അല്ലെങ്കിൽ മാഗസിനോ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റെമ്മ് പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജൂട്ട് ത്രെഡ് ഇങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒരു ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ആണ് ആ ഒരു വീഡിയോ ഇങ്ങനെ ഡിലീറ്റ് ആയിട്ട് പോയിട്ടുള്ളത് കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ആ ഒരു ഫ്ലവർക്ക് ഇങ്ങനെ പറിച്ചെടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഗ്ലൂവിൻ്റെ അടയാളം ഇങ്ങനെ അവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു വലിയ 4 ഫ്ലവർ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ ചെറിയ ഫ്ലവർ ഞാനിങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അത്രക്കൊരു ഭംഗിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അത് അവിടെ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ 4 ഫ്ലവർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കാണാനും. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെറിയ ഫ്ലവറും കൂടെ ഇങ്ങനെ അവിടെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പംകിൻ്റെ സീഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ സൺഫ്ലവറിൻ്റെ സീഡ് എടുക്കുമ്പോൾ കുറച്ചൊരു വലിയതായതുകൊണ്ട് അത്രക്കൊരു ചെറിയ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അത്രയൊരു ഭംഗി തോന്നില്ല. അപ്പോൾ ഈ പംകിൻ്റെ സീഡാകുമ്പോൾ ചെറിയൊരു സീഡല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ 2-3 ചെറിയ ഫ്ലവറും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നേരിട്ട് തന്നെ ഫ്രെയിമിലേക്ക് ഫെവി ബോണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാതെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കുഞ്ഞ് റൗണ്ട് ഷേപ്പ് ഇങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊരു 2 ഫ്ലവർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വാട്ടർമെലിൻ്റെ സീഡാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു പംകിൻ്റെ സീഡിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മേലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ പംകിൻ്റെ സീഡിൻ്റെ മേലെ ഇങ്ങനെ ഓരോ വാട്ടർമെലിൻ്റെ സീഡായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ടുണ്ട്. ഈ ഒരു വാട്ടർമെലിൻ്റെ സീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സൺഫ്ലവറിൻ്റെ സീഡ്സ് പോലെ തന്നെ ഒരു ടൈപ്പ് കളറാണല്ലോ.
അപ്പോൾ ആ ഒരു വൈറ്റിലേക്ക് വന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു കുഞ്ഞ് 2 ഫ്ലവർ കാണാൻ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കുക്കുമ്പറിൻ്റെ സീഡാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഇതിനൊരു ലീവ്സ് പോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാനൊരു ജൂട്ടിൻ്റെ ത്രെഡ് ഇങ്ങനെ ചെറിയൊരു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ഈ കുക്കുമ്പറിൻ്റെ സീഡൊന്നും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ താഴോട്ട് ആ ഒരു നടുക്കോട്ടാവുന്ന രീതിയിൽ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെരിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും നമ്മൾ ആ ഒരു ലീവ്സ് കാണാനായിട്ട്. അപ്പോൾ അധികം ഇങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ അടുത്തടുത്തായിട്ട് നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ലീഫ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാനിങ്ങനെ കുറച്ചധികം ലീഫും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അങ്ങനെ കാണാനായിട്ട്. ഒരു ബ്ലാക്കിലേക്ക് ഇങ്ങനെ നല്ലൊരു ഓഫ് വൈറ്റ് കളറൊക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഫ്ലവറിൻ്റെ നടുക്കൊക്കെ ഇങ്ങനെ ഓരോ പപ്പായൻ്റെ സീഡും കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടായിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അത് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ കൈ പൊള്ളി കേട്ടോ. അപ്പോൾ അത് ഭയങ്കര വേദന ഉണ്ട്. എനിക്ക് കഴിഞ്ഞ കുറച്ച് മുമ്പേ ഇങ്ങനെ ഇതുപോലെ 1-2 സ്ഥലത്ത് ഇങ്ങനെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഒരു ബ്ലാക്ക് അടയാളമൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ സൺഫ്ലവറിൻ്റെ ഷെല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിന് പ്രത്യേകിച്ച് കളേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു കളറിൽ തന്നെ ഇരിക്കും നല്ലൊരു ഭംഗി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കളറൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഇങ്ങനെ വേറെ കളേഴ്സൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ വാർണിഷും കൂടെ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാർണിഷ് അപ്ലൈ ചെയ്തപ്പോൾ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു വൈറ്റിഷ് കളർ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു കുക്കുമ്പറിൻ്റെ സീഡിൻ്റെ ഒക്കെ, അപ്പോൾ അത് മാറിയിട്ട് ചെറിയൊരു യെല്ലോയിഷ് കളർ വന്നു. കാരണം ഇത് വുഡ് വാർണിഷ് ആണല്ലോ, അല്ലാത്ത പിക്ചർ വാർണിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കളർ തന്നെ കിട്ടുമായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു വാൾ ഡെക്കർ ഇവിടെ വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. ആ ഒരു ബ്ലാക്കിലേക്ക് നല്ലൊരു വാർണിഷിൻ്റെ ഒരു കളറൊക്കെ വന്നിട്ട് ആ ഒരു സൺഫ്ലവറിൻ്റെ സീഡിന് ഇങ്ങനെ വാർണിഷ് അപ്ലൈ ചെയ്ത് തന്നെ കേട്ടോ നേരത്തെ ആ ഒരു ഭംഗിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു ലുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു കുക്കുമ്പറിൻ്റെ സീഡിൻ്റെ ഭംഗി ഒന്നിങ്ങനെ ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട്. കാരണം നല്ലൊരു വൈറ്റിഷ് ആയിട്ട് ഇരുന്നപ്പോഴായിരുന്നു ഭംഗി ഉണ്ടായിരുന്നത്. അത് കുറച്ചിങ്ങനെ യെല്ലോയിഷ് കളറായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഒരു നാച്ചുറൽ കളർ വേണ്ടാതെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെ ഇങ്ങനെ സീഡ്സ് മാത്രം വെച്ചിട്ട് നേരത്തെ ഒരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 11 ടൈപ്പ് സീഡ്സ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ വാൾ ഡെക്കറായിട്ടൊന്നും ചെയ്യേണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ടൈപ്പ് ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോട്ടിൽ ആർട്ടിനൊക്കെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ ടൈപ്പ് സീഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് തരാം കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നമ്മളെ സൺഫ്ലവറിൻ്റെ സീഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു വാൾ ഡെക്കർ എങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സൺഫ്ലവറിൻ്റെ സീഡ്സ് മാത്രം യൂസ് ചെയ്യാനായിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നത്. പിന്നീട് ഞാനിങ്ങനെ അതിൻ്റെ ഒരു ലീഫിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കുക്കുമ്പറിൻ്റെ സീഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആയിട്ടോട് തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.